ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിൽ വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന കിഷ്കിന്ത കണ്ടം ആദ്യ 10 ദിവസം പിന്നിട്ട് 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ ഇന്ന് ചിത്രത്തിന്റെ 11 ദിവസത്തെ കളക്ഷനിൽ ഏറ്റവും മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ എന്നിങ്ങനെ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസം മുതൽ ഇന്ന് 11ാം ദിവസം വരെയും ചിത്രത്തിന്റെ കളക്ഷൻ കേരളത്തിലും വിദേശത്തുമെല്ലാം ഓരോ ദിവസവും കൂടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. സുനാമി തരംഗം പോലെ മുന്നേറുന്ന ഈ സിനിമയുടെ പോക്ക് കണ്ടിട്ട് ചിത്രം 100 കോടി ക്ലബിൽ എത്തിയാലും അത്ഭുതമില്ല. ഇനി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 9 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തത് 17 കോടി 30 ലക്ഷം രൂപയായിരുന്നു. 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 3.5 കോടിയോളം നേടിയെടുത്ത് ചിത്രത്തിന്റെ കേരള കളക്ഷൻ 10 ദിവസം കൊണ്ട് 20 കോടി 80 ലക്ഷത്തിൽ എത്തിച്ചേരുകയായിരുന്നു. 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 4 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് തന്നെ കേരള ഗ്രോസ് കളക്ഷനായി 24.5 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 10 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 38 കോടി 50 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 9 കോടിക്ക് മുകളിലുമാണ്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 47-48 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറുന്ന മറ്റൊരു സിനിമ ARM ആണ്. ടോവിനോ തോമസ് നായകനായി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് 34 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 63 കോടി രൂപയായിരുന്നു. 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച കേരള കളക്ഷനായി ഈ സിനിമയും 4 കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് 38 കോടി രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 5-5.5 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 11 ദിവസം പിന്നിടുമ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന ഈ ടോവിനോ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 68-68.5 കോടി റേഞ്ചിലാണ്. ബിജു മേനോൻ നായകനായി വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 20 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കഥ ഇന്ന് വരെ. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഫാമിലി എന്റർടൈനർ സിനിമയിൽ നിഖില വിമൽ, മേതിൽ ദേവിക, ഹക്കീം ഷാ, സിദ്ദീഖ്, രഞ്ജി പണിക്കർ, അനുശ്രീ, അനുമോഹൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തത് 50 ലക്ഷത്തോളം രൂപയാണ്. 3ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ കേരള കളക്ഷനായി 35 ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 85 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഈ 3 സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.